തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ജാതി കാർഡും മതക്കാർഡും ഇറക്കാൻ ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ അങ്ങനെ ജാതി കാർഡും മതക്കാർഡും ഇറക്കാൻ ശ്രമിച്ചതിനിടയിൽ വി.ഡി. സതീശൻ്റെ ചില പ്രസ്താവനകൾ വളരെ പോപ്പുലറായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മുട്ടിന് മുസ്ലിം ലീഗിനെയും അതുപോലെ മലപ്പുറത്തെയും അതുപോലെ തന്നെ നമ്മുടെ വി.ഡി. സതീശനെയൊക്കെ വല്ലാതെ ആക്ഷേപിച്ചപ്പോഴും വി.ഡി. സതീശൻ അതിന് മറുപടി പറയാൻ പോയില്ല. സുകുമാരൻ നായരും വി.ഡി. സതീശനുമായിട്ടും നല്ല ടേംസ് അല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പലരും കരുതിയത് ജാതി മത അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായി പോകുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കോൺഗ്രസ് ഇപ്രാവശ്യം മറ്റു ചില പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സ് ഏറ്റെടുത്തു. അത് വലിയൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം തുടരണം എല്ലാ പാർട്ടികളും. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യം മനസ്സിലാവും. വാമനപുരം മണ്ഡലത്തിലെ സുധീർ ഷാ വലിയ വോട്ടിന് ജയിച്ചു. സുധീർ ഷാ മുസ്ലിം നാമധാരിയാണ്, ചെറുപ്പക്കാരനാണ്. ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് മുസ്ലിങ്ങൾക്കല്ല. ഒരു മുസ്ലിങ്ങൾക്ക് ഡോമിനേഷനുള്ളൊരു മണ്ഡലമല്ല. ഇദ്ദേഹം വളരെ സീനിയർ നേതാവുമല്ല. പല പ്രാവശ്യം MLA ക്കായി അങ്ങനെ വളരെ സീനിയർ നേതാവുമല്ല. 50 വർഷം CPM അവിടെ ജയിച്ച സ്ഥലമാണ്. നായർ കമ്മ്യൂണിറ്റി മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അവിടെ പെരപ്പംകുടം മുരളി, അരുന്ധതിയുടെ ജാതി എനിക്കറിയത്തില്ല, B. അരുന്ധതിയുടെ, അവർ നായരാണെന്ന് ഞാൻ ധരിക്കുന്നു. കോലിക്കോട് നായർ, പെരപ്പംകുടം മുരളി, DK മുരളി, മുഴുവൻ പേരും നായർമാർ മാത്രം ജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷവും നായന്മാർ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് വാമനപുരം. പക്ഷേ അവിടെ ഒരു മുസ്ലിം നാമധാരി കോൺഗ്രസിന് വേണ്ടി ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളായിട്ടുള്ള മഹാഭൂരിപക്ഷം പേർ മുസ്ലിം നാമധാരിക്കും വോട്ട് ചെയ്തു എന്നല്ലേ അതിൻ്റെ ഒരർത്ഥം. നായർക്ക് വോട്ട് കൊടുക്കാതെ ഇപ്പുറത്ത് വോട്ട് കൊടുത്തു എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ജയിക്കുന്നത്. മുസ്ലിങ്ങൾ വോട്ട് കൊണ്ട് മാത്രം ജയിക്കത്തില്ല. നേരെ മലപ്പുറത്തേക്ക് വെച്ച് പിടിച്ചാൽ വളരെ കൃത്യമായി VS ജോയിയെ തവന്നൂരിൽ കൊണ്ട് നിർത്തി ലീഗുകാർ ജയിപ്പിച്ചെടുത്തു. പണ്ട് തിരൂരങ്ങാടിയിൽ ഇതുപോലെ AK ആൻ്റണി നിർത്തിയപ്പോൾ ഡോക്ടർ NA കരീമിനെ കൊണ്ടുവന്ന് അവിടുത്തെ വലിയൊരു അക്കാഡമിഷ്യനുള്ള ഡോക്ടർ NA കരീമിനെ, അതും അക്കാഡമിഷ്യനുള്ള ഡോക്ടറേറ്റുള്ള ഡോക്ടർ NA കരീമിനെയാണ് ഇടതുപക്ഷം അവിടെ നിർത്തിയത്. പക്ഷേ എന്നിട്ടും തിരൂരങ്ങാടിയിൽ AK ആൻ്റണിയെ മുസ്ലിം വനിതകളും മുസ്ലിങ്ങളും പോയി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇപ്പോൾ VS ജോയി, തവന്നൂരിൽ VS ജോയിയും എതിരായിട്ട് മത്സരിച്ചത് KT ജലീലാണ്. ഡോക്ടർ KT ജലീലാണ്. മുൻ മന്ത്രിയാണ്, ലീഗിൻ്റെ ആളാണ്. ലീഗ് മീൻസ് മുസ്ലിമാണ്, ശക്തനായ നേതാവാണ്. എന്നിട്ടും മറ്റൊരു സമുദായത്തിൽപ്പെട്ട VS ജോയിക്ക് അവിടെ നല്ല വോട്ട് കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ആലപ്പുഴയിൽ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം, തോമസിൻ്റെ സമുദായം എന്താണ്, അവിടെ ചിത്തരഞ്ജൻ്റെ സമുദായം എന്താണ്, ഇങ്ങനെ ഓരോ പല മണ്ഡലങ്ങളും എടുത്താൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും അവിടുത്തെ ജാതി സമവാക്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് നടന്നിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ പൊതുമനസ്സിൻ്റെ മറ്റൊരു ചിത്രം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കഥ ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് മുഴുവൻ നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം നമ്മളങ്ങനെ ചിന്തിക്കരുത്. അല്ലാതെയും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ചിന്ത വളർത്തിയെടുക്കണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടുതൽ റിസ്ക്കുകൾ എടുത്തേ കഴിയൂ. കാരണം വാമനപുരത്ത് നമ്മളാണ് ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ചാനൽ എന്നുള്ള നിലയിൽ സുധീർ ഷായുടെ പേര് ആദ്യമായിട്ട് പുറത്തു വയ്ക്കുന്നത് നമ്മളാണ്. അദ്ദേഹത്തെ നിർത്തിയാൽ ജയിക്കും, പാലോട് രവിയെ പരീക്ഷിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും എന്നൊക്കെ ഒരു വീഡിയോ ചെയ്ത് പാലോട് രവി സാറിനുള്ള എതിർപ്പുണ്ടെന്നുമല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മെച്ചം ഇദ്ദേഹമായിരിക്കുമെന്നൊരു തോന്നൽ ഫീൽഡിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ചെയ്തു. ആ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മതുപോലെ തന്നെ പിന്നെ ഈ ഫാത്തിമ തഹ്ലിയയുടെ വിജയവും ആ കൂട്ടത്തിൽ കൂട്ടണം. കാരണം അവിടെ ചങ്ങരോത്ത് പഞ്ചായത്ത് പോലുള്ള ചക്കിട്ടപ്പാറ പഞ്ചായത്ത്, ചങ്ങരോത്ത് 2-3 പഞ്ചായത്തുകൾ മാത്രമാണ് ലീഗിന് മുസ്ലിങ്ങൾക്കും വലിയൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. മണ്ഡലമാകെ ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ആയിട്ടുള്ള മണ്ഡലമാണ്. ഹിന്ദുവായ TP രാമകൃഷ്ണനാണ് 10-25 വർഷം MLAയും മന്ത്രിയും LDFൻ്റെ കൺവീനറൊക്കെമായിരുന്ന ആളിനെയാണ് ഫാത്തിമ തഹ്ലിയ തോൽപ്പിച്ചത്. അപ്പം ഞാനിത് പറയുന്നത്
ഒരു മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഒരു സമുദായമായിരിക്കുമ്പോൾ, ഒരു മതമായിരിക്കുമ്പോൾ, മറ്റൊരു സമുദായത്തിൽപ്പെട്ട മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അവരെ ജയിപ്പിക്കുന്ന ഒരു കൾച്ചർ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് പിണറായി വിരുദ്ധതയാണോ, അതോ യു ഡി എഫിനോടുള്ള സ്നേഹമാണോ, സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹമാണോ, സ്ഥാനാർത്ഥിയുടെ ഡൈനാമിസമാണോ, എന്ത് ക്യാരക്ടറായാലും എന്ത് കണ്ടീഷനായാലും ഈ ഒരു കാഴ്ച കേരളത്തിൽ അതീവ മനോഹരമായൊരു കാഴ്ചയാണ്. ലീഗിൻ്റെ മുസ്ലിങ്ങളുടെ കോട്ടയിൽ മറ്റൊരു മതക്കാരൻ ജയിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ കോട്ടയിൽ ഒരു മുസ്ലിം മതക്കാരൻ ജയിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദുക്കളുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ ഒരു മുസ്ലിം വനിത ജയിക്കുന്നു. ഈ പരീക്ഷണം നടത്തിയത് ഒരുപക്ഷെ സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഒരു പരീക്ഷണമായിരിക്കും. കോൺഗ്രസ് നടത്തിയ ഈ പരീക്ഷണത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊരു മനോഹരമായ പരീക്ഷണമാണ്. ഇത്തരം പരീക്ഷണങ്ങൾ എല്ലാ പാർട്ടികളും തുടരണം. അങ്ങനെ പലപ്പോഴും കാണാറില്ല. കാരണം നാടാറുള്ളിടത്ത് നാടാരെ വെക്കും, അങ്ങനെ ഓരോ ജാതി വച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അത് വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. അത് കേരളത്തിൽ അങ്ങനെയും ഒരു രാഷ്ട്രീയം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.